അയോധ്യ രാമക്ഷേത്രത്തിനടുത്ത് മാംസാഹാരങ്ങൾക്ക് വിലക്ക്. 15 കിലോമീറ്റർ ചുറ്റളവിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓൺലൈൻ മുഖേനയും മാംസാഹാര വിതരണം പാടില്ല എന്നതാണ് പുതിയ ചട്ടം. മദ്യവിൽപ്പനയ്ക്കും ഈ മേഖലയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരാതി ഉയർന്നതിനെ തുടർന്നാണ് വിലക്കിയതെന്നാണ് അസിസ്റ്റന്റ് ഫുഡ് കമ്മീഷണറുടെ വിശദീകരണം. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ, അയോധ്യ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നോൺ വെജ് വേണ്ട, മദ്യം വേണ്ട എന്ന തരത്തിലുള്ള വിലക്ക്. നോക്കൂ, ഈ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട എന്നുള്ളത്, അതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന് കാരണമായിട്ട് എന്താണ് പറയുന്നത്? സൈഫുദ്ദീനും പറഞ്ഞ പോലെ തന്നെ ആഹാരത്തിന് വിലക്ക് ഉത്തർപ്രദേശിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ മദ്യത്തിനും നോൺ വെജ് ആഹാരത്തിനുമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മെയ്യിൽ തന്നെ ഇക്കാര്യത്തിൽ ഈ രാമപരിക്രമ, ഈ രാമപഥ് എന്ന് പറയുന്ന ഈ ക്ഷേത്ര നഗരിയിൽ, അത് ചെറിയ സ്ഥലമല്ല, ഒരു 14 കിലോമീറ്ററിലധികമുള്ള ഒരു ചുറ്റളവാണ്. ഈ പ്രദേശത്താണ് ഈ നോൺ വെജ് ആഹാരം വിതരണം ചെയ്യാൻ പാടില്ല, മാംസാഹാരങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ല, ഇതുകൂടാതെ ഈ മറ്റു തരത്തിലുള്ള മദ്യശാലകൾ പാടില്ല എന്നുള്ള ഒരു ഉത്തരവിറക്കിയിരുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ ഓൺലൈൻ മുഖേന വിതരണം ചെയ്യുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല. ഈ ഹോം സ്റ്റേകളിലും ഓൺലൈൻ മുഖേനയും ഇത്തരത്തിൽ മാംസാഹാരങ്ങൾ വിതരണം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതുപോലും പാടില്ല എന്നാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് ഫുഡ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ധാരാളം പരാതികൾ ഈ വിഷയത്തിൽ വരികയാണ്. അതുകൊണ്ട് ഇത് കർശനമായി നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറങ്ങിയിരിക്കുകയാണ്, ഇന്നലെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഓൺലൈൻ ഷോപ്പുകൾക്കും സാധാരണ മറ്റു ഹോട്ടലുകൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്, ഹോം സ്റ്റേകൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ നിർബന്ധപൂർവം ഏർപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ രാമപരിക്രമ എന്ന് പറയുന്ന സ്ഥലത്ത് കേവലം അവിടെ വിശ്വാസികൾ മാത്രമല്ല താമസിക്കുന്നത്, വിനോദസഞ്ചാരികളുണ്ട്, മറ്റ് ആളുകളുണ്ട്. നമ്മൾ അയോധ്യയിൽ ഉൾപ്പെടെയുള്ള പോയി കഴിയുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും, ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഉൾപ്പെടെ തൊഴിലെടുക്കാൻ പോലും വരുന്ന നിരവധി ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ മാംസഭക്ഷണത്തിന് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്.